7 അസംബ്ലി മണ്ഡലങ്ങൾ കൂടുന്ന ഈ മണ്ഡലം പൂർണ്ണമായും ഒരു കാർഷിക ഗ്രാമമാണ്. കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ഇപ്പോൾ 15 വർഷമായി തുടർച്ചയായിട്ട് എം പി ആയിട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത് തന്നെ കേരളവും കേന്ദ്രവും ഒരുപോലെ ഭരിച്ചിരുന്ന സമയത്തും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരുന്നു ഇവിടുത്തെ എം പി. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തടക്കര, ചുനക്കര, വള്ളികുന്നം, താമരക്കുളമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമമാണ്. ഈ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കഴിഞ്ഞ 25 വർഷമായി ആ പ്രതീക്ഷയിലിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. 65 കോടി രൂപ ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ മാവേലിക്കര മണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ പൈസ ചെട്ടുകുളങ്ങര, മാവേലിക്കര മുനിസിപ്പാലിറ്റി, തടക്കര പഞ്ചായത്ത് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ ടെൻഡർ നടപടികളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ നടന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങളെ രൂക്ഷമായി ബാധിക്കുന്ന കുടിവെള്ളക്ഷാമം നിങ്ങൾക്ക് ഇപ്പം പോയാലറിയാം. ഈ ഇടവഴികളിലൂടെ, ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കലവും ടാങ്കും ഒക്കെ വെച്ച് ഇടവഴികൾ മുഴുവൻ ഈ വണ്ടിയിൽ വരുന്ന, ടാങ്കർ ലോറിയിൽ വരുന്ന വെള്ളം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുള്ള പ്രദേശമാണ്. അപ്പോഴാണ് 65 കോടി രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടും അത് ഫലപ്രാപ്തിയിൽ ഇവിടെ വിനിയോഗിക്കാൻ കഴിയാത്ത 2 ജനപ്രതിനിധികളാണ്. 2 കൂട്ടരും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അത് ഇവിടെ നടത്തി എടുത്തു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാരിനുള്ള വോട്ടായി മാറുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്. വികസനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്നാണ് എൻ്റേതും പൊതുവായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് മാറി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും UDF ആണെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിലും വികസനം മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പം ഉള്ള ഒരു വാർദ്ധക്യ പെൻഷൻ തന്നെ ആണെങ്കിലും അത് കുറേ നാളുകളായിട്ട് കറക്റ്റായിട്ട് തരുന്നില്ല. തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റം വരണം. കാരണം പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഇത് മാത്രമായിട്ട് നോക്കിയിരിക്കുന്നവർ. അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ തന്നെ, ഈ നാട്ടിൽ തന്നെ ആണെങ്കിലും ഒരുപാട് പേര് അതിനെതിരെ കംപ്ലയിൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. നമ്മുടെ മാവേലിക്കരയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരു മണ്ഡലമാണെന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. വികസനത്തിൽ നമ്മുടെ മാവേലിക്കര KSRTC ബസ് സ്റ്റാൻഡ് എത്രയോ കാലങ്ങളായിട്ട് അത് യാതൊരുവിധ വികസനങ്ങളും ഇല്ലാതെ പൊളിച്ച് ഇപ്പോഴും തറഭൂമിയായിട്ടാണ് ഇപ്പോഴും അത് കിടക്കുന്നത്. നമുക്കിവിടെ ഇത്രയും കാലം 2 ഭരണക്കാരും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും 2 ഭരണക്കാരും മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ടും നമുക്ക് മാവേലിക്കരയ്ക്ക് വേണ്ടത്ര വികസനങ്ങളോ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും ഇവിടെ ഇതുവരെ കാഴ്ചവെക്കാൻ ഇവിടുത്തെ ഒരു MLAക്കോ ഒരു MP ക്കോ കഴിഞ്ഞിട്ടില്ല.